അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന് ഒരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടു കാണാനാണ് സാധ്യത. ഒരുപക്ഷെ കേട്ടിട്ടില്ല എങ്കിൽ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടെന്ന് മനസ്സിലാക്കുക. ആ പഴഞ്ചൊല്ലിൻ്റെ മീനിങ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. വലിയൊരു പ്രതിസന്ധിയിൽപ്പെട്ട് മുന്നോട്ടിനി എന്ത് ചെയ്യണം എന്നൊരു ഊഹവുമില്ലാതെ നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്തും ചെയ്യും. എന്തു ചെയ്യണം എന്ന് മാത്രമേ അറിയാതെയുള്ളൂ. ചെയ്യാനുള്ള മനസ്സുണ്ട്. കാരണം പുള്ളി അന്തം വിട്ട് നിൽക്കുകയാണ്. ഏകദേശം ഇതേ അവസ്ഥയിലാണ് ഇന്ന് UDF മുന്നണി. കുറച്ചുകൂടി വ്യക്തമായി എടുത്തു പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയാണിത്. മുന്നോട്ടുള്ള കാര്യം ആലോചിച്ച് കോൺഗ്രസ് പാർട്ടി അന്തം വിട്ട് നിൽക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM നേതൃത്വം നൽകുന്ന LDF സർക്കാർ മൂന്നാമതും തുടർഭരണം നേടും എന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോൾ, അവരത് പ്രഖ്യാപിക്കുമ്പോൾ, ആ പ്രഖ്യാപനത്തെ ഏത് രീതിയിൽ പ്രതിരോധിക്കണമെന്നറിയാതെ ഇരുട്ടിൽ തപ്പിക്കൊണ്ടു നിൽക്കുന്ന കോൺഗ്രസിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വന്തം വീടിനുള്ളിലെ പ്രശ്നം തീർത്തിട്ട് വേണം കുടുംബത്തിനുള്ളിലെ പ്രശ്നം പരിഹരിക്കാനെന്ന് പറയാറുണ്ട്. അതുപോലെ നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് സ്വന്തം പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് വേണം മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നൊരു വിഷയം നിലനിൽക്കുന്നുണ്ട്. തികച്ചും കുത്തഴിഞ്ഞ രീതിയിലാണ് കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം പ്രവർത്തിക്കുന്നതെന്ന വളരെ ഗുരുതരമായ വിഷയം മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് നമ്മൾ ദിനംപ്രതി കാണുന്നുമുണ്ട്. ഇടതുപക്ഷം മൂന്നാം തവണയും തുടർഭരണത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ആ നീക്കത്തെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണെന്ന് കോൺഗ്രസിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംസ്ഥാനത്ത് തുടർഭരണം വരാതിരിക്കാൻ ഒന്നോ രണ്ടോ കാരണങ്ങൾ പോലും കോൺഗ്രസിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വരുമെന്ന് വിശ്വസിക്കാനുള്ള 101 കാരണങ്ങൾ ഇടതുപക്ഷത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നുണ്ട്. ഇടതുപക്ഷത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വം കൊണ്ടുവരുന്ന പല ആരോപണങ്ങളും പൊട്ടിത്തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചകളും ഈ കാലയളവിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഭരണവിരുദ്ധ വികാരം എന്ന ഒരു സംഗതിയിൽ മാത്രം ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് ഉൾപ്പെടുന്ന UDF ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് ശക്തിയാർജിച്ച കോൺഗ്രസ് സൈബർ പോരാളികൾ സർക്കാരിനെതിരെ നിരവധി നുണപ്രചരണങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ളത് ഇടതുപക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. UDF ഹാൻഡിലുകൾ പ്രത്യേകിച്ചും കോൺഗ്രസുകാർ നടത്തുന്ന ഒരു പ്രധാന പ്രചരണമാണ് കേരളം കടക്കെണിയിലാണ് എന്നുള്ളത്. ഇത് സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് തുടർഭരണം ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രധാന വിവരമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. UDFിൻ്റെ ഭാഗത്തു നിന്നുള്ള നിരവധി നുണപ്രചരണങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു വിവരം ചിലപ്പോൾ ഇടതുപക്ഷ പ്രവർത്തകരെ വലുതായി സന്തോഷിപ്പിക്കില്ലെങ്കിലും കോൺഗ്രസ് പ്രവർത്തകരെയും മറ്റ് UDF പ്രവർത്തകരെയും ചെറുതല്ലാത്ത രീതിയിൽ ഒന്ന് വിഷമിപ്പിക്കും എന്ന കാര്യം ഉറപ്പാണ്. സംസ്ഥാനത്തെ കടമാണല്ലോ ഇപ്പോഴത്തെ വിഷയം. കേരളം വലിയ കടത്തിലാണ് എന്നും LDF സർക്കാർ കേരളത്തെ കടക്കെണിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുമൊക്കെ UDF കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. എന്നാൽ അതേ കടബാധ്യതയെ സംബന്ധിച്ചുള്ള ഒരു പുതിയ വിവരമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കേരളം കടക്കെണിയിൽ നിന്ന് കര കയറുന്നുവെന്നുള്ള പഠന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ ഉയർന്ന കടബാധ്യതയാണ് പ്രതിപക്ഷം മിക്കപ്പോഴും ഉയർത്തിക്കാട്ടുന്നത്. ഇടതുപക്ഷം കേരളത്തെ വലിയ കടബാധ്യതയിലേക്ക് തള്ളിവിട്ടു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ ഉയരുന്നതും ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നതിനിടയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദങ്ങളെ ശരിവയ്ക്കുന്ന ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ്റെ പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. കേരളം കടക്കെണിയിൽ നിന്ന് കരകയറുന്നു എന്ന് വ്യക്തമായ സൂചന നൽകുന്നതാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ പുതിയ കണക്ക് എന്ന് ഈ പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വേഗത്തിൽ സ്ഥിരത കൈവരിക്കുന്നു എന്നുള്ള പ്രധാന വിവരവും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കോവിഡ് മഹാമാരിയുടെ ആഘാതം കടബാധിതകളുടെ കണക്കുകളെ താൽക്കാലികമായി ഉയർത്തിക്കാട്ടിയെങ്കിലും സാമ്പത്തിക പുനരുജ്ജീവനവും അച്ചടക്കമുള്ള വായ്പ എടുക്കലും സുസ്ഥിരത കൈവരിക്കാനാകുമെന്ന പ്രതീക്ഷ നൽകുന്നതാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതിനിടെ മറ്റൊരു പ്രധാന കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ക്ഷേമ പദ്ധതികൾക്കായുള്ള ചെലവഴിക്കലിൽ ഒരു വിധത്തിലുമുള്ള വിട്ടുവീഴ്ചയും വരുത്താതെയാണ് കേരളം മുന്നോട്ട് പോകുന്നതെന്നുള്ള നിർണായകമായ വിവരമാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനിടെ ഒരു പ്രധാന കാര്യം പ്രത്യേകിച്ചും എടുത്തു പറയണം. റിസർവ് ബാങ്കിൻ്റെ 2022 റിപ്പോർട്ട് കേരളത്തിന് ഒട്ടും അനുകൂലമായിരുന്നില്ല. ഏറ്റവും സാമ്പത്തികമായി സുസ്ഥിരമില്ലാത്ത സംസ്ഥാനങ്ങളുടെ പട്ടികയിലായിരുന്നു കേരളത്തെ റിസർവ് ബാങ്ക് ഉൾപ്പെടുത്തിയതെന്ന് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷനിലെ അസിസ്റ്റന്റ് പ്രൊഫസർ PS രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടുന്നു. പുള്ളിക്കാരൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് മഹാമാരിക്ക് മുമ്പ് ഏകദേശം 2 പതിറ്റാണ്ടുകളായി കേരളത്തിൻ്റെ കടം മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപ്പാദന അനുപാതം 27%-നും 32%-നും ഇടയിലായിരുന്നു.
ഈ പരിധി സുസ്ഥിരമാണെന്ന് വ്യാപകമായി കണക്കാക്കപ്പെട്ടിരുന്നു. 2018-19 ഈ അനുപാതം 30.65% അതായത് കുഴപ്പമില്ലാത്ത രീതിയിൽ. ആ സമയത്താണ് കോവിഡ് എത്തിയത്. കോവിഡ് പ്രതിസന്ധി ഈ സന്തുലിതാവസ്ഥയെ ബാധിച്ചു. 2020-21 കേരളത്തിൻ്റെ GSDP ഏകദേശം 9% ചുരുങ്ങി. ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലായിരുന്നു ഈ ഇടിവ്. ഇത് കടം GSDP അനുപാതത്തെ 39.96% ഉയർത്തി, അതായത് നല്ല അളവിൽ ഉയർത്തി. ഈ സാഹചര്യമാണ് കേരളത്തെ ബാധിച്ചത്. കാരണം ധനകാര്യ രംഗത്തെ കെടുകാര്യസ്ഥതയായി ഇതിനെ RBI വിലയിരുത്തുകയായിരുന്നു. അങ്ങനെയാണ് 2026-27 സാമ്പത്തിക വർഷം വരെ കേരളത്തിൻ്റെ കട അനുപാതം 35% മുകളിൽ തുടരുമെന്ന് RBI പ്രവചിച്ചത്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷനിലെ അസിസ്റ്റന്റ് പ്രൊഫസർ PS രഞ്ജിത്ത് ഇങ്ങനെയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. എന്നാൽ കോവിഡിന് ശേഷമുള്ള വർഷങ്ങളിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു എന്നാണ് പഠന റിപ്പോർട്ടിൽ പറയുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൻ്റെ കടം അനുപാതം 34.2% കുറഞ്ഞു. അതായത് റിസർവ് ബാങ്ക് പ്രവചിച്ചതുപോലെയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്ന്. ഏറ്റവും പുതിയ ബജറ്റ് എസ്റ്റിമേറ്റ് 2025-26 ഇത് 33.8% നിശ്ചയിച്ചിരിക്കുന്നത്. ബജറ്റിന് പുറത്തുള്ള വായ്പകൾ പരിഗണിച്ചതിന് ശേഷവും കടത്തിൽ സ്ഥിരതയാർന്ന ഒരു ഇടിവിൻ്റെ സൂചനയാണ് നൽകിയത്. കേരളവുമായി താരതമ്യം ചെയ്യുമ്പോൾ 44.5% പഞ്ചാബ്, 40.5% ഹിമാചൽ പ്രദേശ്, 38% പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളൊക്കെ കട അനുപാതത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ്. ഇവിടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കടം കുറയുന്നതിൻ്റെ വേഗത്തിൻ്റെ കാര്യത്തിൽ കേരളം ഇപ്പോൾ മികച്ച 10 സംസ്ഥാനങ്ങളിൽ ഒന്നാണെന്നാണ് PS രഞ്ജിത്ത് വ്യക്തമാക്കുന്നത്. കോവിഡ് മഹാമാരിക്ക് മുമ്പുള്ള കടം GSDP അനുപാതവും നിലവിലെ നിലവാരവും തമ്മിലുള്ള അന്തരം വെറും 3.15% പോയിൻ്റായി കുറഞ്ഞിരിക്കുകയാണ്. സാമ്പത്തിക വളർച്ച തുടരുകയും സാമ്പത്തിക അച്ചടക്കം പാലിക്കുകയും ചെയ്താൽ 2030-31 കേരളത്തിന് 27.8% എന്ന സുസ്ഥിര പരിധിയിലെത്താൻ കഴിയുമെന്നാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ പ്രവചനങ്ങൾ ഈ മാറ്റങ്ങളെ സ്ഥിരീകരിക്കുന്നതായും രഞ്ജിത്ത് കൂട്ടിച്ചേർത്തു. ഒരു കാലത്ത് കടം പ്രതിസന്ധി കേരളത്തെ കാത്തിരിക്കുന്നുവെന്ന ആശങ്കയാണ് നിലനിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ജാഗ്രതയോടെയുള്ള വീണ്ടെടുക്കലിൻ്റെ കഥയായി ഇത് മാറിയിരിക്കുകയാണ്. കേരളം ഈ പാതയിൽ തുടർന്നാൽ മറ്റു സംസ്ഥാനങ്ങൾക്കൊരു മാതൃക നൽകാൻ കഴിയും. സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷമുള്ള സമ്പദ് വ്യവസ്ഥയിൽ പോലും സാമ്പത്തിക ഏകീകരണവും സാമൂഹ്യ പ്രതിബദ്ധതയും ഒരുമിച്ച് നിലനിൽക്കുമെന്ന് ഇത് തെളിയിക്കുന്നുവെന്നും രഞ്ജിത്ത് കൂട്ടിച്ചേർത്തു. എന്നാൽ 2 ഘടകങ്ങൾ ഈ പാതയെ സ്വാധീനിക്കുമെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അധിക വരുമാന സമാഹരണത്തെ പരിമിതപ്പെടുത്തുന്ന കേന്ദ്ര നിയന്ത്രണങ്ങളും ജനസംഖ്യയിൽ പ്രായമായവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതും വെല്ലുവിളി സൃഷ്ടിച്ചേക്കാം. CAG റിപ്പോർട്ട് അനുസരിച്ച് കടത്തിൻ്റെ കാര്യത്തിൽ കേരളം അപകടകരമായ അവസ്ഥയിലല്ലെന്ന് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ ഡയറക്ടർ M. സുരേഷ് ബാബു പറഞ്ഞു. റവന്യൂ കമ്മി നേരിടുന്നുണ്ടെങ്കിലും ഈ വെല്ലുവിളികളെ നേരിടുന്നതിൽ കേരളം പുരോഗതി കൈവരിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു എന്ന് സുരേഷ് ബാബു ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു. സാമ്പത്തിക രംഗത്തെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിഞ്ഞുകൂടാത്ത കോൺഗ്രസ്സുകാരും BJPക്കാരും പറയുന്നത് പോലെ കടം വാങ്ങുന്നത് ഒരു പ്രശ്നമല്ല എന്നാണ് സുരേഷ് ബാബു പറയുന്നത്. കടം വാങ്ങുന്നതല്ല യഥാർത്ഥ പ്രശ്നം. സംസ്ഥാനങ്ങൾ പണം എങ്ങനെ വിനിയോഗിക്കുന്നു, അവർക്ക് തിരിച്ചടയ്ക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനം. ഒരു ദശാബ്ദത്തിനിടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ 3 ഇരട്ടിയായി വർദ്ധിച്ച കടത്തിൻ്റെ ഒരു കൊടുമുടിയിലാണ് ഇരിക്കുന്നതെന്ന് CAG റിപ്പോർട്ട് പറയുന്നു. കടം തിരിച്ചടവടക്കം വർദ്ധിക്കുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയ്ക്ക് ആവശ്യമായ മൂലധന ചെലവുകൾക്കുള്ള സാമ്പത്തിക ഇടം ചുരുങ്ങുമെന്നും സുരേഷ് ബാബു ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കേരളം ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൻ്റെ കടബാധ്യതയെ സംബന്ധിച്ചുള്ള പഠന റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. പക്ഷേ എൻ്റെ സംശയം ഇതല്ല. ഈ വാർത്ത VD സതീശനും മറ്റു കോൺഗ്രസ് നേതാക്കളും എങ്ങനെ സഹിക്കും എന്നുള്ളതാണ്. BJPക്ക് സഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അവർക്ക് കേരളത്തിലെ അധികാര കസേരയിൽ നോട്ടമില്ലാത്തതുകൊണ്ട് അവർ ആ വേദനയൊക്കെ കടിച്ചമർത്തും. കോൺഗ്രസ്സിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഈ പുറത്തു വന്ന പഠന റിപ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ കാശ് കൊടുത്ത് വാങ്ങി ചിലപ്പോൾ അവർ കത്തിച്ച് കളയാനും സാധ്യതയുണ്ട്.